അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. SYSൻ്റെയും SSFൻ്റെയും പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ അവർ നമ്മളോട് ഉപദേശിച്ചിരുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ദീനീ കാര്യങ്ങൾ അച്ചടക്കത്തോടും വളരെ സഹനത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ദുബായിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല നിലയിൽ SSFൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും എന്നും SSF മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ നമ്മുടെ സമുദായത്തിനും നമ്മുടെ ഈ സംഘടനയ്ക്കും നിലനിൽപ്പുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇന്നലെ അമീർ അലി സാഹിബ് പറഞ്ഞ പോലെ എനിക്കും കാന്തപുരം ഉസ്താദിനെ അടുത്തറിയാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ദുബായിൽ വന്നാൽ വളരെ എളിയ രൂപത്തിലാണ് അവിടെ ജീവിക്കുന്നത്. മർക്കസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ അവിടെ പോയി കാണണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനെല്ലാം പ്രചോദനം ആയിക്കൊണ്ട് തന്നെയാണ് SSFും SYSും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാനൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളായിക്കൊണ്ട് പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يحسون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم ليس الواصل بالمكافئ ولكن الواصل الذي إذا قطعت رحمه وصلها. صدق رسول الله صلى الله عليه وسلم. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ. അത് നിന്റെ വക്കൽ മാത്രമാഹന്നാനേ. വഅലമു ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാദരണീയരായ അധ്യക്ഷൻ ബഹുമാനായ സുലൈമാൻ ഹാജി സാഹിബ് അവറുകൾ ഈ മഹത്തായ മതപ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസം ഉദ്ഘാടന ഭാഷണം നടത്തി തന്ന വന്നിരായ ശിഹാബ് ഉസ്താദ് അവറുകൾ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ
എൻ്റെ വന്നിരായ ഉസ്താദ് ബഹുമാനിനായ റാഫി സഖാഫി ഉസ്താദ് തുടങ്ങി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ആമുഖ ഭാഷണം നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശിഥിലമാകുന്ന ബന്ധങ്ങൾക്ക് ഇസ്ലാമിന്റെ താക്കീത് എന്ന വിഷയത്തിൽ ഊന്നി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ പരിപാടി അവസാനിക്കും. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി നമ്മുടെ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്ലിസുകൾ, വഅലിന്റെ മജ്ലിസുകൾ ഒക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ സംഘടനയുടെ കീഴിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയരെ, പരിശുദ്ധമായ ഇസ്ലാം വളരെ ശക്തമായി താക്കീതായി നമുക്ക് മുമ്പിൽ ചില വിഷയങ്ങൾ ഗൗരവപ്പെടുത്തി തരുന്നുണ്ട്. ആ വിഷയങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഇസ്ലാമിക വിഷയത്തിൽ കുടുംബ ബന്ധം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വർത്തമാനകാല സാഹചര്യം പരിശോധിക്കുകയാണ് എങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വാക്താക്കളായി മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ കുടുംബ അന്തരീക്ഷം ഇന്ന് വളരെ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രശ്നബാധിതമായ മേഖലയായി മുസ്ലിം ഭവനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം വളരെ ശക്തമായി പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പഠിപ്പിച്ച മഹത്തുക്കളായ മഹാരഥന്മാരുടെ ജീവിക്കുന്ന മാതൃകകൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഇസ്ലാമിക കുടുംബ പശ്ചാത്തലങ്ങൾ ഇന്ന് തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. എല്ലാത്തിലേക്കും കടന്നുകൊണ്ടുള്ള ഒരു ഗഹനമായ സംസാരം ഒരിക്കലും ഇവിടെ നടക്കുകയില്ല എന്ന് എനിക്ക് വ്യക്തമായും ഉറപ്പുണ്ട്. കാരണം ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ബന്ധങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്ഷിതാക്കളുമായുള്ള ബന്ധം, സന്താനങ്ങളുമായുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അയൽവാസി ബന്ധം, സുഹൃത്ത് ബന്ധം തുടങ്ങി ബന്ധങ്ങളുടെ പരമ്പര നീണ്ടുകിടക്കുകയാണ്. എല്ലാം സവിസ്തരം പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്, ഇസ്ലാം വരച്ചു കാണിക്കുന്നുണ്ട്. ഈ ബന്ധങ്ങൾ കെട്ടുറപ്പോടുകൂടെ നീങ്ങുമ്പോൾ മാത്രമേ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആ സുന്ദരമായ ആ മാർഗത്തിലൂടെ നമുക്ക് ചലിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് തന്നെ അതിന് വ്യക്തമായ തെളിവാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു പറയുകയാണ്, സത്യം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണെന്ന് മനസ്സിലാക്കി ആ മതത്തിന്റെ വാക്താക്കളായി ജീവിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരം സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നു, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അന്നാറ, നരകത്തെ തൊട്ട്. വഖൂദുഹൻ നാസു വൽ ഹിജാറതു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് കാണിക്കാത്ത ഒരു പറ്റം മലക്കുകളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ട ആളിക്കത്തുന്ന നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരം മാത്രം സൂക്ഷിച്ചാൽ പോരാ. നീ ഹജ്ജ് ചെയ്ത ഹാജിയായിട്ട് കാര്യമില്ല, 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു മുത്തഖിയായ മനുഷ്യനായിട്ട് കാര്യമില്ല, നോമ്പനുഷ്ഠിക്കുന്നവനായിട്ട് കാര്യമില്ല. നിന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കുന്നത് പോലെ തന്നെ വഅഹ്ലീകും, നിന്റെ കുടുംബക്കാരെയും നീ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു പറയുന്നു, ആ നരകത്തിന്റെ പ്രത്യേകത വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ
ആ നരകത്തിൽ വെച്ച് അള്ളാഹു കത്തിക്കുന്നത് മനുഷ്യന്മാരെയാണ്, കല്ലുകളെയാണ്. കല്ലുകളെയും മനുഷ്യന്മാരെയും തീവിറകുകളാക്കി നരകത്തിൽ കത്തിക്കുന്ന ആ ഭയാനകരമായ നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ സൂക്ഷിക്കണം. വാഹിലേക്കും നിന്റെ കുടുംബത്തെയും സൂക്ഷിക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കണം, നിന്റെ കുടുംബക്കാരെ നീ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ട്, അതിന്റെ ഭയാനകതയെ തൊട്ട് നീ വളരെയധികം പേടിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുകയാണ്. ആ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം ചില്ലറയല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. കുടുംബ ബന്ധം പുലർത്തുക, കുടുംബബന്ധം നിലനിർത്തുക, ബന്ധങ്ങൾ മുറിക്കാതിരിക്കുക, ബന്ധങ്ങൾ ചേർക്കുക, ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് ഇറക്കി കൊടുത്ത വചനം. ആ ഖുദ്സിയായ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാം, അല്ലാഹു പറയുകയാണ്, അനല്ലാഹ് വ അനർ റഹ്മാൻ വശഖഖ്തു വഖലഖതു റഹീം വശഖഖ്തു ലഹാ ഇസ്മൻ മിൻ ഇസ്മിൻ ഫമൻ വസലഹാ വസലതുഹു വമൻ ഖതഅഹാ ഖതഅതുഹു. അല്ലാഹു പറയുകയാണ്, റഹ്മാനാണ് ഞാൻ, ഞാനാണ് അല്ലാഹു, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് റഹ്മാൻ എന്ന എന്റെ വസ്ഫുമായി വിശേഷണവുമായി കുടുംബ ബന്ധത്തിന് വല്ലാത്ത സ്ഥാനമുണ്ട്, വല്ലാത്ത ബന്ധം ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കുടുംബ ബന്ധം ചേർക്കുകയാണ് എങ്കിൽ വശഖഖ്തു ലഹാ ഇസ്മൻ മിൻ ഇസ്മിൻ, അവൻ എന്റെ നാമത്തെ ചേർത്തവനായി, അവൻ എന്റെ പേരിനെ വില കൽപ്പിച്ചവനായി, അവൻ എന്റെ നാമത്തെ വില കൽപ്പിച്ചവനായി. ഫമൻ വസലഹാ വസലതുഹു, ആ കുടുംബ ബന്ധവുമായി അവൻ ചേർച്ച നടത്തുകയാണ് എങ്കിൽ അവനുമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, അവനുമായി ഞാൻ അടുത്തിരിക്കുന്നു. വമൻ ഖതഅഹാ ഖതഅതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, വല്ലവനും കുടുംബ ബന്ധം മുറിക്കുകയാണ് എങ്കിൽ ഞാൻ അവനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, ഞാൻ അവനുമായുള്ള ബന്ധം മുറിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അല്ലാഹുവിന്റെ ആ റഹ്മാൻ എന്ന ആ ധാതുവിൽ നിന്ന്, പദത്തിൽ നിന്നെടുത്ത റഹീം, ആ കുടുംബ ബന്ധം എന്ന വിഷയം വല്ലവനും ചേർക്കുകയാണ് എങ്കിൽ അവൻ അല്ലാഹുവിന്റെ പേരിനെ ബഹുമാനം കൽപ്പിച്ചവനാണ്, അവൻ അല്ലാഹുവിന്റെ പേരിന് ബഹുമാനം നൽകിയവനാണ്, അവനുമായി അല്ലാഹു ബന്ധം നിലനിർത്തുന്നു. വല്ലവനും ആ കുടുംബ ബന്ധം മുറിക്കുകയാണ് എങ്കിൽ അവനുമായുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളയുന്നു എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ പലരും ഇന്ന് പറഞ്ഞു കേൾക്കുന്ന പല സംഗതികളുണ്ട്. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ചിലരുടെ ധാരണ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കൈ നിറച്ച് പലഹാരപ്പൊതികൾ, അല്ല എങ്കിൽ വണ്ടി നിറച്ച് പലഹാരപ്പൊതികൾ ആയിട്ടല്ലാതെ ഒരു കുടുംബ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടായാൽ ആ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത്, പടച്ചുറപ്പേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ, ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ സന്ദർശിക്കാൻ വന്നവനാണ് അവൻ. അവൻ വെറും കൈയോടെയല്ല വന്നത്, അവൻ വന്നപ്പോൾ അവന്റെ കയ്യിൽ 2-3 കിറ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ നിറയെ ഫ്രൂട്ട്സുകളായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ഞാൻ അവനെ കാണാൻ പോകുമ്പോൾ എന്റെ കയ്യിലും അതുപോലെ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം, തൊഴിൽ വളരെ ഡിമ്മാണ്, സാമ്പത്തികമായി വളരെ ഞെരുക്കമുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെ വെറും കൈയോടെ പോകുമെന്നാണ് ആദ്യം നമ്മുടെ ചിന്ത കടന്നു വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ എത്ര അടുത്ത ബന്ധുവാണ്, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല, 1000 രൂപയെങ്കിലും കൊടുക്കണമെന്ന നിലയിൽ നമ്മുടെ ചിന്ത മാറിപ്പോവുകയാണ്. പല ഉമ്മമാരും പറയാറുണ്ട്, ഞാൻ വരില്ല, ഞാൻ വരില്ല, വെറും കൈയോടെ ഞാൻ വരില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫിഉ വലാകിനിൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅതു റഹിമഹു വസലഹാ.
കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നതിന്റെ തോതനുസരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് ആ ബന്ധത്തിൽ ദൃഢത ഉണ്ടാക്കലല്ല, ആ ബന്ധത്തിന്റെ പേര് നടിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ അവർ കൊണ്ടുവന്ന അളവിനനുസരിച്ച് തോതിനനുസരിച്ച് തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള ബന്ധമല്ല വേണ്ടത്, മറിച്ച് മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങൾ, തീരെ ബന്ധമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ അവിടെ ചെന്നുകൊണ്ട് നിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ ബന്ധം പുതുക്കലാണ് വേണ്ടത് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമുക്ക് തരുന്ന പലഹാരത്തിന്റെ തോതോ അല്ലെങ്കിൽ നമുക്ക് തന്ന സമ്പത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് അല്ല കുടുംബബന്ധം അളക്കേണ്ടത്, മറിച്ച് കുടുംബ ബന്ധം അത് മുറിഞ്ഞതാണ് എങ്കിൽ ഉടനെ തന്നെ ചേർക്കുകയും ആ ബന്ധം ദൃഢമാക്കാൻ അവൻ ശ്രമിക്കുകയും വേണമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ അരികിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് പരിശുദ്ധമായ റൗളയുടെ കവാടം താനെ തുറക്കപ്പെടിച്ച മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇന്നത്തെ ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, അലിഫുൽ അഖാരിബു ഫി സമാനി ഖദ് ഇൻഖലബ് ഐനം ഫസാറൽ അഖറബൂന അഖാരിബാ. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അലിഫുൽ അഖാരിബു ഫി സമാനി ഖദ് ഇൻഖലബ്. അലിഫുൽ അഖാരിബു, അഖാരിബ് എന്ന് പറയുന്ന ആ കുടുംബ ബന്ധം എന്നതിലെ ആ അംസിനെ, ആ അലിഫിനെ ഫിസ്സമാനി ഈ കാലഘട്ടത്തിൽ ഖദിൻഖലബ് മറിക്കപ്പെട്ടിരിക്കുകയാണ്, ഐനായി മറിക്കപ്പെട്ടിരിക്കുന്നു. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പദ്യശകലമാണ്. അഖറബ് എന്ന ആ കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആ വാചകത്തിന്റെ തലക്കയിലുള്ള ആ അലിഫിനെ ഈ കാലഘട്ടത്തിൽ ഐനായി മറിച്ചിരിക്കുന്നു. ഫസാറൽ അഖറബൂന അഖാരിബാ. അങ്ങനെ അഖറബ് എന്ന ആ കുടുംബ ബന്ധത്തിന്റെ ലഫ്ള്, അഖറബ് എന്ന തേള് എന്ന നിലയ്ക്ക് വിഷം ചീറ്റി നിൽക്കുന്ന തേളിനോട് മഹാനവറുകൾ ഉപമിച്ചിരിക്കുകയാണ്. അംസ് മാറി ഐന് വന്നപ്പോ അതിന്റെ അർത്ഥം മാറിപ്പോയി. പരസ്പരം വിഷം ചീറ്റുന്ന, കണ്ടാൽ വെറുപ്പോടുകൂടെ നോക്കുന്ന, മനസ്സിൽ വിദ്വേഷം വെച്ച് നിൽക്കുന്ന, വെറുപ്പ് കാണിക്കുന്ന വിഭാഗമായി കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിഷം ചീറ്റി നിൽക്കുന്ന വലിയ വിഷജീവിയായ ജന്തുവായ തേളിനെ പോലെയാണ് പല മനുഷ്യരും ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പലരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ തമ്മിൽ ചേർച്ചയില്ല, സഹോദരന്മാർ തമ്മിൽ ചേർച്ചയില്ല, അയൽവാസികൾ തമ്മിൽ ചേർച്ചയില്ല, സുഹൃത്തുക്കൾ തമ്മിൽ ബന്ധമില്ലാതെ വളരെയധികം മോശമായൊരു അവസ്ഥയിലൂടെ നീങ്ങുകയാണ്. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. വളരെ സത്യമായൊരു സംഗതി തന്നെ. മഹാനായ ഉമർ ഖാദി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ്, ഉൾക്കാഴ്ചയുള്ള മഹാനാണ്. അദ്ദേഹം പറയുകയാണ്, കുടുംബബന്ധം ഈ നിലയിൽ മാറിപ്പോയിരിക്കുകയാണ്, ഈ നിലയിൽ കുടുംബബന്ധം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ വർത്തമാനകാല സാഹചര്യത്തിൽ ഇസ്ലാമികമായ കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ വാപ്പയോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, വാപ്പ മക്കളോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. സഹോദരന്മാർ തമ്മിൽ ശത്രുതയിലും വൈരാഗ്യത്തിലുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പര സ്നേഹമില്ലാതെ കടിച്ചു കീറാൻ ഒരുങ്ങുന്നവരെ പോലെ ഇന്ന് കുടുംബബന്ധം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇൽമിന്റെ മജ്ലിസിന്റെ സമാപനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മജ്ലിസുകൾക്ക് അവസാനം അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ദുആഇന്റെ മജ്ലിസ് നടക്കും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ വേണ്ടി അവിടുന്ന് ആവശ്യപ്പെടുകയാണ്, ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു,
അല്ലാഹുവിലേക്ക് നമ്മൾ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്, കരങ്ങൾ ഉയർത്താൻ പോവുകയാണ്. അടിമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന ഉടമയാണ് അല്ലാഹു. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അടിമയുടെ വേവലാതി കണ്ടില്ലെന്ന് നടിക്കുന്നവനല്ല സൃഷ്ടാവായ അല്ലാഹു. അല്ലാഹുവിനോട് വേദനയോടെ ചോദിക്കുന്ന അടിമയുടെ ചോദ്യത്തിന് ഉത്തരം ചെയ്യുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ മുറിച്ചവരാരെങ്കിലുമുണ്ടോ? ബന്ധം മുറിച്ചവരാരെങ്കിലുമുണ്ടോ? ഉണ്ട് എങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഉടനെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ കുടുംബ ബന്ധം മുറിച്ചവനാണ്, ഞാൻ കുടുംബക്കാരുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവനാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖ്റുജ് അന്നാ, പുറത്തു പോകൂ. നിന്നെ ഇരുത്തിക്കൊണ്ട് പടച്ചുറപ്പിനോട് ദുആ ചെയ്താൽ ഫഇന്നാ നുരീദു ഇന്നാ നദ്ഉ റബ്ബുനാ ഫഇന്ന അബ്വാബസ് സമാവാതി മുഅല്ലഖത്തുൻ ദൂന ഖാതിഉർ റഹീം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പടച്ചുറപ്പിനോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഇരിക്കുന്ന ഈ മജ്ലിസ് അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. മാത്രമല്ല, കുടുംബബന്ധം മുറിച്ച വ്യക്തിയുടെ പ്രാർത്ഥന 7 ആകാശം കടന്ന് പടച്ചുറപ്പിലേക്ക് എത്തുകയില്ല. അത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഇന്ന അബ്വാബസ് സമാവാതി മുഅല്ലഖത്തുൻ ദൂന ഖാതിഉർ റഹീം. ആകാശത്തിന്റെ വാതിലിൽ അത് തട്ടി നിൽക്കും. അതുകൊണ്ട് നീ കടന്നു പോകൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞാലുള്ള ഭവിഷ്യത്ത് മഹാനവറുകൾ പറഞ്ഞു തരികയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാതെ പോകുന്നുണ്ട്. അതിന് അള്ളാഹുവിനെ നമ്മൾ പരിചാരാറുണ്ട്. എന്തേ എന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നില്ല എന്ന് പറയാറുണ്ട്, വേവലാതി പറയാറുണ്ട്. കാരണം കണ്ടെത്തേണ്ടതുണ്ട്, അതിന് പരിഹാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കറിയാം, എത്ര ബന്ധം പുതുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലും ചില ആളുകൾ അതിന് നിന്നു തരാറില്ല. ചില ആളുകൾക്ക് അതിന് താല്പര്യമില്ല. നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞാൽ അവർ നമ്മുടെ സലാം മടക്കാറില്ല. നമ്മൾക്ക് അവർക്ക് നല്ല സഹായം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ സഹായം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ അവർ വരുന്നില്ല, അവര് നമ്മളെ ക്ഷണിക്കുന്നും ഇല്ല. ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ പല പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നമ്മൾ അങ്ങോട്ട് എത്രമാത്രം ബന്ധപ്പെട്ടാലും ഏതെല്ലാം നിലയിൽ ആ ബന്ധം പുതുക്കണമെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ചെന്നാലും മുഖം തിരിച്ചു കളഞ്ഞു പോകുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ വരുമ്പോ കുടുംബ ബന്ധം ചേർക്കാതെ പോയി എന്നതിന്റെ പേരിൽ നമുക്ക് പ്രയാസം ഉണ്ടോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് പറയുന്നു, ഇന്നലി ഖറാബതൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കുമുണ്ട് നബിയെ ഒരു കുടുംബം. കുടുംബത്തിന്റെ മഹത്വം അങ്ങ് പറഞ്ഞപ്പോ, ബന്ധങ്ങളുടെ മഹത്വം അങ്ങ് പറഞ്ഞപ്പോ എന്നെ പേടിപ്പിക്കുന്നു നബിയെ, അങ്ങയുടെ വാക്കുകൾ എന്നെ ഭയപ്പെടുത്തുന്നു നബിയെ. എനിക്കും ഒരു കുടുംബമുണ്ട്. വയഖ്തഊനി വഉഹ്സിനു ഇലൈഹിം, അവർ എന്നെ മുറിച്ചു കളഞ്ഞാൽ, അവർ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചില്ല, അവരുടെ വീട്ടിൽ നടന്നൊരു കല്യാണത്തിന് എന്നെ അവർ വിളിച്ചില്ല, അവരുടെ വീട്ടിൽ നടന്നൊരു ഫംഗ്ഷന് അവർ എന്നെ വിളിച്ചില്ല എന്ന് കരുതി അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ അവർക്ക് ഗുണം ചെയ്യാതിരിക്കില്ല. വഉഹ്സിനു ഇലൈഹിം, എന്നോട് അവർ ബന്ധം ചേർക്കുന്നില്ല എന്ന് കരുതി ഞാൻ അവരോട് ബന്ധം മുറിക്കാറില്ല. വഉഹ്സിനു ഇലൈഹിം, അവരിലേക്ക് ഞാൻ ഗുണം ചെയ്യുന്നുണ്ട് നബിയേ. വയുസീഊ ഇലയ്യ, അവരെന്നെ ചീത്ത പറയാറുണ്ട്, അവരെന്നെ ആക്ഷേപിക്കാറുണ്ട്, അവരെന്നെ കുറ്റം പറയാറുണ്ട്. വഅഹ്ലുഹും യജ്ഹലൂന അലയ്യ, അവർ ഞാൻ എന്ത് ചെയ്താലും മോശപ്പെട്ട ആളായിട്ടാണ് അവർ കാണുന്നത്, വിവരമില്ലാത്തവനായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ എന്ത് ചെയ്താലും അത് വിവരമില്ലാത്ത അടിസ്ഥാനത്തിൽ ചെയ്തവനായിട്ടാണ് അവരെന്നെ വിലയിരുത്തുന്നത്, അവരെന്നെ കാണുന്നത്. നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ പ്രശ്നം
പ്രശ്നമതാണ് യാ റസൂലല്ലാഹ്, എന്റെ കുടുംബം എന്നെ ബഹിഷ്കരിച്ചു, അവരുടെ വീട്ടിലുള്ള പരിപാടിയേക്ക് ക്ഷണിക്കുന്നില്ല, അവരെന്നെ സമീപിക്കുന്നില്ല, അവരെന്നെ വിളിക്കുന്നില്ല, അവരുമായൊരു ബന്ധത്തിനും ഞാനുമായുള്ള ബന്ധത്തിന് അവർ തയ്യാറല്ല എന്ന് ഈ സ്വഹാബി പറഞ്ഞ സമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇൻ കുന്ത കമാ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് എങ്കിൽ അപ്പുറ വിഭാഗത്തിന്റെ വർത്തമാനം ഞാൻ കേട്ടിട്ടില്ല. നിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നീ ഇങ്ങനെയാണ് എങ്കിൽ അവർ നിനക്ക് ദ്രോഹം ചെയ്യുമ്പോ നീ അവർക്ക് ഗുണം ചെയ്യുന്നു, അവർ നിന്നെയുമായുള്ള ബന്ധം മുറിക്കുമ്പോ നീ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നു, ഈ രൂപത്തിലാണ് നീ എങ്കിൽ ഫകഅന്നമാ തുസിഫുഹുൽ മല്ലാ, മോനെ നീ അവരെ വെണ്ണീർ തെറ്റിപ്പിക്കുകയാണ്, ചാരം ഭക്ഷിപ്പിക്കുകയാണ്. നിന്റെ ഈ പ്രവർത്തനമുണ്ടല്ലോ, ഇത് നീ തുടർന്നുകൊണ്ടിരിക്കുക. നിന്നെ അവർ ബന്ധപ്പെടുത്തുന്നില്ല എങ്കിൽ, നിന്നുമായി ബന്ധം ചേർക്കാൻ അവർ തുനിയുന്നില്ല എങ്കിൽ, നിന്നെ അവർ വിളിക്കുന്നില്ല എങ്കിൽ നീ അവരോട് വിഷമം കാണിക്കണ്ട. ഇപ്പോൾ നീ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നീ നടത്തിക്കൊണ്ടിരിക്കുക. വലാ യസാലു മഅക ലഹീറും മിനല്ലാഹി മാ ദുംത അലാ ദാലിക. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലാ യസാലു മഅക ലഹീറും മിനല്ലാഹ്, നീ ഇങ്ങനെയായി കൊണ്ടിരിക്കുന്ന കാലത്തോളം മാ ദുംതു അലാ ദാലിക, ഇപ്രകാരം നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം നിനക്ക് ലഭിക്കാതിരിക്കുകയില്ല. ആര് നിന്നെ എന്ത് പറഞ്ഞാലും, എന്ത് ആക്ഷേപങ്ങൾ നിന്റെ മേലിൽ ചൊരിഞ്ഞാലും, നിന്നെ കുറിച്ച് എന്ത് തന്നെ പറഞ്ഞുണ്ടാക്കിയാലും നീ ഭയപ്പെടേണ്ട കേട്ടോ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നിനക്കുണ്ട് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. കുടുംബ ബന്ധത്തിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്നെ അവർ ബഹിഷ്കരിക്കട്ടെ, നീ തിരിച്ചു ബഹിഷ്കരണം നടത്തണ്ട, നീ നിന്റെ പതിവ് തുടർന്നുകൊണ്ടിരിക്കുക, അവരോട് സലാം പറയുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ ആ ചർച്ചയെ കുറിച്ചുള്ള വിഷയമാണ് നിങ്ങളോട് ഞാൻ ഈ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാരുടെ വചനങ്ങളും വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് കുടുംബ ബന്ധത്തിന്റെ ആ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ബന്ധങ്ങളിൽ ഏറ്റവും ദൃഢമായ ബന്ധം, ആ ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടത് മാതാപിതാക്കളുമായിട്ടുള്ളതാണ്. ധാരാളം ബന്ധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. മാതാപിതാക്കളുമായി ബന്ധമുണ്ട് മക്കൾക്ക്, മക്കളുമായി മാതാപിതാക്കൾക്ക് ബന്ധമുണ്ട്, ജ്യേഷ്ഠാഞ്ചന്മാർ തമ്മിൽ ബന്ധമുണ്ട്, ഉപ്പയുടെ കുടുംബക്കാരുമായി ബന്ധമുണ്ട്, ഉമ്മയുടെ കുടുംബക്കാരുമായി ബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളും അയൽവാസി ബന്ധങ്ങളും എല്ലാം ഉണ്ട്, ഒരു ശിഷ്യബന്ധം ഉണ്ട്. അങ്ങനെ ബന്ധങ്ങളുടെ ഒരു മാല തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ ബന്ധങ്ങളിൽ ഏറ്റവും ദൃഢമായി കിടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കാൻ പാടില്ല, അതിൽ അഭിപ്രായ വ്യത്യാസം സംഭവിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഖലാ റബ്ബുക, അങ്ങയുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു നബിയേ, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങയുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം കേട്ടോ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം കേട്ടോ. ഈ ആയത്തിന്റെ പ്രത്യേകത മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടാവിന്റെ മുമ്പിലും നിങ്ങൾ തലകുനിക്കാൻ പാടില്ല, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അല്ലാഹു വിധിച്ചിരിക്കുന്നു നബിയേ, അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു നബിയേ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു അടിവരയിടുകയാണ്.
മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറയുകയാണ്. മാതാപിതാക്കളുടെ പൊരുത്തമാണ് അല്ലാഹുവിന്റെ പൊരുത്തം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നില്ലേ, ധാരാളം വൃദ്ധസദനങ്ങൾ പെരുകിയ കാലഘട്ടമാണ്. ധാരാളം വൃദ്ധസദനങ്ങൾ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രായം ചെന്ന ഉമ്മയെയും ഉപ്പയെയും ഒക്കെ ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കി അവിടെ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിൽ ഉണ്ട്. നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയിൽ തവ്വന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ ധാരാളം ഉമ്മമാർ, ധാരാളം അമ്മമാർ, ധാരാളം ഉപ്പമാർ, അച്ഛന്മാർ ഒക്കെ ആ വൃദ്ധസദനത്തിൽ ഉണ്ട്. അവർ വളരെ വേദന തിന്നുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ കഴിയുന്നത്. അവരാരും ആകാശത്ത് നിന്ന് പൊട്ടി വീണവരല്ല, മക്കളില്ലാത്തവരല്ല, ഭർത്താക്കന്മാരില്ലാത്തവരല്ല, കുടുംബമില്ലാത്തവരല്ല. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് കണ്ണുകളെല്ലാം കുഴിയിലേക്ക് ആണ്ടുപോയി ശബ്ദിക്കാൻ പോലും കഴിയാതെ വേദന തിന്നുകൊണ്ട് ചോർന്നൊലിക്കുന്ന മഴത്തുള്ളികൾ ശരീരത്തിൽ വീണ് പുതക്കാൻ പുതപ്പില്ലാതെ ആ ശക്തമായ മഞ്ഞിൽ കോരിച്ചൊരിയുന്ന മഴയത്തും വേദന കടിച്ചു നിന്നുകൊണ്ട് കഴിയുന്ന നൂറുകണക്കിന് അമ്മമാരെ ഉപ്പമാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. കൂട്ടത്തിൽ മുസ്ലിമീങ്ങളും ഉണ്ട്. ആ മാതാപിതാക്കളുടെ അരികിൽ ചെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ആരുമില്ലാത്തവരല്ല, 6ഉം 5ഉം മക്കളുള്ളവരാണ്, അവരെല്ലാവരും വിദേശത്താണ്, ഗൾഫിലാണ്, അവർ വിദേശത്ത് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല, ഞങ്ങളുടെ കാര്യത്തിൽ ഏർപ്പെടാനും ബന്ധപ്പെടാനും അവർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന് പല്ലില്ലാത്ത മോണ കാട്ടിക്കൊണ്ട് ആ ഉമ്മമാര് വേദനയോടുകൂടെ പറയുമ്പോ ആ അവസ്ഥ കണ്ടാൽ ഏതൊരു മനുഷ്യന്റെയും കരള് അലിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്, ഏതൊരു മനുഷ്യനും വേദനിച്ചു പോകുന്നൊരു അവസ്ഥയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മുസ്ലിം ഉമ്മമാർ എന്തുകൊണ്ട് വൃദ്ധസദനങ്ങളിൽ എത്തി? മറ്റു മതത്തിൽപ്പെട്ടവരായാലും എന്തുകൊണ്ട് അവിടെ എത്തി? ആ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ ഉപ്പയെയും ഉമ്മയെയും വല്ലാതെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം, മാതാപിതാക്കളോടുള്ള ആ സ്നേഹബന്ധം അത് വല്ലാതെ നിലനിർത്തണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വരികയാണ്. യാ റസൂലല്ലാഹ്, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ഷൈഉൻ അബുറുഹുമാ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ഷൈഉൻ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ വല്ല ഗുണവും ചെയ്യേണ്ടതുണ്ടോ നബിയേ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, അബുറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയതിനു ശേഷം, അവർ മരിച്ചു കഴിഞ്ഞാൽ നബിയേ അവർക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം, നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടില്ല, നിന്റെ ഉത്തരവാദിത്തം പൂർത്തിയായിട്ടില്ല. അസ്സലാത്തു അലൈഹിമാ, അവരുടെ മേലിൽ നീ മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ട്, അവരുടെ മേലിൽ നീ ജനാസ നമസ്കരിക്കേണ്ടതുണ്ട്. വൽ ഇസ്തിഗ്ഫാറു ബിഹിമാ, അവർ രണ്ടുപേർക്കും വേണ്ടി നീ പൊറുക്കലിനെ ചോദിക്കേണ്ടതുണ്ട്, അവർ രണ്ടുപേർക്കും വേണ്ടി നീ പൊറുക്കലിനെ ചോദിക്കേണ്ടതുണ്ട്. വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ രണ്ടുപേരുടെയും മരണത്തിന് ശേഷം അവരുടെ വസിയ്യത്ത് നീ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്, അവരുടെ കരാർ നീ പൂർത്തിയാക്കി കൊടുക്കേണ്ടതുണ്ട്. വസിലത്തുർ റഹിമി അല്ലതി ലാ തുസലു ഇല്ലാ ബിഹിമാ, കാരണം നിന്റെ ബന്ധങ്ങൾ മുഴുവനും പിതാവുമായുള്ള ഉമ്മയുമായുള്ള നിന്റെ ബന്ധങ്ങൾ മുഴുവനും നിനക്ക് ലഭിച്ചത് അവരിലൂടെയാണ്. അവരാണ് നിന്റെ കുടുംബ ബന്ധത്തിന്റെ ആണിക്കല്ല് എന്നതുകൊണ്ട് തന്നെ അവരുടെ ബന്ധങ്ങൾ നീ നിലനിർത്തേണ്ടതുണ്ട്. ഉമ്മ മരണപ്പെട്ടാൽ ഉമ്മയുടെ കുടുംബമായുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ട്, ഉപ്പ മരണപ്പെട്ടാൽ ഉപ്പയുടെ കുടുംബവുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല വ ഇക്റാമു സദീഖിഹിമാ, മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ, മാതാപിതാക്കളുടെ കൂട്ടുകാരെ നീ ബഹുമാനിക്കേണ്ടതും ഉണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ ഉമ്മയുടെ കൂട്ടുകാരി, നിന്റെ ഉപ്പയുടെ കൂട്ടുകാരി, അവർ ഏത് മതത്തിൽപ്പെട്ട ആളുകളാകട്ടെ, ഏത് മതവിശ്വാസികളാകട്ടെ, നിന്റെ ഉപ്പയുമായി സഹകരിച്ചവരാണ്, കൂട്ടുകൂടി നടന്നവരാണ്, നിന്റെ ഉപ്പയുടെ അടുത്ത ബന്ധക്കാരാണ്, കൂട്ടുകാരാണ്, അവരെ നീ ബഹുമാനിക്കണം കേട്ടോ.
അവരെ നീ ബഹുമാനിക്കണം. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ്ട് സമയം വരുന്ന സമയത്ത് ഒട്ടകത്തെ അറുത്തുകൊണ്ട് ആടിനെ അറുത്തുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്കിടയിൽ മഹദിയുടെ കൂട്ടുകാരികൾക്കിടയിൽ അത് വിതരണം ചെയ്യുകയാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരുമായി ബന്ധം നിലനിർത്തിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ നിലയിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വസിയ്യത്ത് നടപ്പിലാക്കാൻ, അവരുടെ കുടുംബക്കാരുമായി ബന്ധം ചേർക്കാൻ, അവരുടെ കൂട്ടുകാരുമായി ബന്ധം ചേർക്കാൻ, മാന്യതയോടെ ഇടപെടാൻ നിനക്ക് കഴിയണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബിയോട് ചോദിച്ച സ്വഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്. വല്ലാത്തൊരു സംഭവം തന്നെയാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ചേർക്കൽ. അത് വല്ലാത്തൊരു സംഗതി തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും നമുക്കിടയിൽ. ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കൽ സുന്നത്താണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കൽ, ഉമ്മയുടെ മുഖം കണ്ടിരിക്കൽ സുന്നത്താണ് കേട്ടോ, അത് ഇബാദത്താണ് കേട്ടോ, അതിന് പ്രതിഫലം കൊണ്ട് കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ബന്ധത്തിന് ഉലച്ചല് വന്നാൽ അവൻ എത്ര വലിയായാലും ശരി, ആലിമായാലും ശരി, അവൻ വലിയ തങ്ങളായാലും ശരി, അവന്റെ കാര്യം വല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ അൽഖമ, മഹാനായ സ്വഹാബി അൽഖമ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വിവരമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്, മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞേക്കുന്നു, അൽഖമാക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ. മരണസമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കൂ നിങ്ങൾ അൽഖമാക്ക്. സ്വഹാബാക്കൾ അവിടെ ചൊല്ലുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. അൽഖമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. സ്വഹാബത്ത് നിർത്തി ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ആ കലിമ പുറത്തേക്ക് വരുന്നില്ല, മുഖം തിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥ. സ്വഹാബത്ത് നബി തങ്ങളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞങ്ങൾ ചൊല്ലിക്കൊടുത്തപ്പോ അൽഖമ മുഖം തിരിച്ചു കളയുന്നു. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ സമീപം വരികയാണ്. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് അൽഖമ റളിയല്ലാഹു അൻഹുവിന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. അൽഖമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അമാ കാന യുസല്ലി, അൽഖമ നിസ്കരിക്കുന്ന ആളായിരുന്നില്ലേ? അൽഖമ നിസ്കരിക്കുന്ന ആളായിരുന്നില്ലേ? അമാ കാന യസൂമു, അൽഖമ നോമ്പ് നോൽക്കുന്ന ആളായിരുന്നില്ലേ? അൽഖമ നോമ്പനുഷ്ഠിക്കുന്ന ആളായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ സ്വഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അൽഖമ നമസ്കരിച്ച ആളാണ്, നോമ്പനുഷ്ഠിച്ചിരുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത ആളാണ് നബിയേ. ഉടനെ തന്നെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, ഹൽ അഖ്വ വാലിദൈഹി,
അൽഖമ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിരുന്നോ? അൽഖമ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് സ്വഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അൽഖമാക്ക് നമസ്കാരമുണ്ട്, നോമ്പിന്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്, എല്ലാ നല്ല പ്രവർത്തനങ്ങളുമുണ്ട്. പക്ഷേ അൽഖമ റളിയല്ലാഹു അൻഹു മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിരുന്നു നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാതൂബി ഉമ്മിഹി, അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവരൂ, അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവരൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൃദ്ധയായ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു ഷഹാദത്ത് കലിമ ചൊല്ലാതെ മുഖം തിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആ ഉമ്മ പറയുന്നു, നബിയേ, എന്റെ മകൻ വല്ലാതെ ഞാനുമായി ബന്ധം വെച്ചിരുന്ന ആളാണ്, മഹബത്ത് വെച്ചിരുന്ന ആളാണ്, എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ്, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന ആളാണ്, ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അതെല്ലാം നടപ്പിലാക്കി തന്ന ആളാണ് എന്റെ മകൻ. പക്ഷേ കുറെ വർഷങ്ങളായി ഞാനുമായി ബന്ധമില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ ഒരു അവസ്ഥക്ക് മുമ്പ് അൽഖമ എന്റെ അരികിൽ വന്ന് ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല നബിയേ, സ്നേഹത്തോടെ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്താണ് കാരണം? നബിയേ, എന്റെ മകനക്ക് പ്രായപൂർത്തിയായപ്പോ എന്റെ ഉത്തരവാദിത്തം എന്ന നിലയിൽ ഞാൻ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നബിയേ, എന്റെ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ വീട്ടിലേക്ക് കയറി വന്ന മരുമകള് എന്റെ മകനും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാക്കി നബിയേ. എന്നെ ഇട്ടുകൊണ്ട് അവര് വേറെ മാറി താമസിച്ചു. അതിലെനിക്ക് പ്രയാസമില്ല നബിയേ, വിഷമമില്ല. പക്ഷേ ഞാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും നിർത്തിയിട്ട് അവൻ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇന്ന് വരെ എന്റെ അരികിൽ വന്നിട്ടില്ല, സ്നേഹത്തോടെ എന്നെ തലോടിയിട്ടില്ല. വല്ലാത്ത വിഷമമുണ്ട് നബിയേ. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? ഉമ്മ പറയുന്നു, ഇല്ല നബിയേ, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറയുകയാണ്, അത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, അത്രമാത്രം എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അൽഖമാക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല നബിയേ. ഉടനെ തന്നെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിക്കുകയാണ്, അല്ലയോ സ്വഹാബത്തെ, അൽഖമയുടെ മാതാവ് അൽഖമാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത സ്ഥിതിക്ക് അൽഖമയെ ജീവനോടെ കത്തിക്കൂ സഹാബാ, അൽഖമയെ കത്തിക്കൂ സഹാബാ. ഈ ഭൂമി ലോകത്തു നിന്ന് മുഅ്മിനായി മരിച്ചു പോകാൻ അൽഖമക്ക് കഴിയുകയില്ല സഹാബാ, അതുകൊണ്ട് അൽഖമയെ ജീവനോടെ കത്തിക്കൂ സഹാബാ. സ്വഹാബത്ത് വിറക് ശേഖരിച്ചു വരികയാണ്. വിറക് നിരത്തി അൽഖമ റളിയല്ലാഹു അൻഹു അതിനെ മുകളിലേക്ക് കിടത്തിയിട്ട് മുകളിൽ വിറക് നിരത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അൽഖമയെ കത്തിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം കണ്ട് ആ പേടിച്ചു മാറി നിന്ന ഉമ്മ അടുത്തു വന്നുകൊണ്ട് അഫൗത യാ റസൂലല്ലാഹ്, എന്റെ മകനെ എന്റെ മുമ്പിൽ വെച്ച് ജീവനോടെ കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല നബിയേ. നൊന്ത് പ്രസവിച്ച ഒരു മാതാവാണ് ഞാൻ യാ റസൂലല്ലാഹ്, അവനെ പ്രസവിച്ച വേദന ഇപ്പോഴും എനിക്കുണ്ട് നബിയേ. ആ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലേ,
എന്റെ മകനെ കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു നബിയേ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, ഇതാണ് മാതാവേ, ഇതാണ് മാതാവ് കേട്ടോ. ഒരു മാതാവിനും മക്കള് വേദന തിന്നുന്നത് കാണാൻ കഴിയില്ല, പ്രയാസപ്പെടുന്നത് കാണാൻ കഴിയില്ല. ഒരു ഉമ്മാക്കും അതിനുള്ള ത്രാണിയില്ല, ബലമില്ല കേട്ടോ. അതുകൊണ്ട് വെറുതെയല്ല അല്ല പറഞ്ഞത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കണമെന്ന് വെറുതെയല്ല അല്ലാഹു പറഞ്ഞത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പ്രായം ചെന്ന മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ മക്കൾ പലപ്പോഴും അശ്രദ്ധാലുക്കളാകുന്നുണ്ട്, മക്കളുടെ ശ്രദ്ധയില്ലാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പേടിക്കേണ്ടതുണ്ട്. കാരണം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരൊറ്റ വാചകം തന്നെ മതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്യം തന്നെ മതി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കൊടുത്തില്ല എങ്കിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നബി തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിന്റെ സ്വർഗം മോനെ നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാ. നിന്റെ സ്വർഗം അല്ലാഹു നിനക്ക് ഖലാക്കിയിരിക്കുന്ന, വിധിച്ചിരിക്കുന്ന നിന്റെ സ്വർഗമുണ്ടല്ലോ, നിന്റെ സ്വർഗം അല്ലാഹു കണക്കാക്കിയിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ മാതാവിന്റെ കാൽ ചുവട്ടിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിന്റെ സ്വർഗം നിന്റെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ പൊരുത്തത്തിലായി, മാതാവിന്റെ തൃപ്തിയിലും മാതാവിന്റെ ആ ഗുണത്തിലുമായി നീ ജീവിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ, അല്ലാതെ നിനക്ക് സ്വർഗം ലഭിക്കുകയില്ല. സ്വർഗം ലഭിക്കുക എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും നിനക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല, ആ സ്വർഗത്തിന്റെ വാസന പോലും നിനക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനങ്ങളും ഇതിന്റെ മഹത്വങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾക്കറിയാതെ പോവുകയാണ്, അറിഞ്ഞിട്ടും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അവരെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ മോശമായി കാണാൻ പാടില്ല. അവരുടെ പൊരുത്തത്തിലായി കുരുത്തത്തിലായി ജീവിക്കൽ മാത്രമാണ് സ്വർഗം ലഭിക്കാനുള്ള കാരണം. നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടവരാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 കുട്ടികൾ, ആ 3 കുട്ടികൾ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ചെറുപ്രായത്തിൽ തന്നെ, മുലകുടിക്കുന്ന പ്രായത്തിൽ തന്നെ സംസാരിച്ച 3 കുട്ടികൾ ഉണ്ട്. അതിൽ ഒന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മേലിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു വന്ന ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയും സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു കുട്ടിയെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വഴിവക്കിൽ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ വഴിയിലൂടെ വളരെ പ്രയാസപ്പെട്ട നിലയിലായി ഒരു സഹോദരിയെ അവർക്ക് മുമ്പിലൂടെ കൊണ്ടുപോവുകയാണ്. എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട് ആ സഹോദരിയെ അവർക്ക് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോൾ ഈ ഉമ്മ തന്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, പടച്ചുറപ്പേ, എന്റെ മകനെ ആ സ്ത്രീയെ പോലെ നീ ആക്കരുത് അല്ലാ, എന്റെ മകനെ നീ ആ സ്ത്രീയെ പോലെ ആക്കരുത് പടച്ചുറപ്പേ. എത്രമാത്രം മോശപ്പെട്ടൊരവസ്ഥയിലാണ് ആ സ്ത്രീയെ കൊണ്ടുപോകുന്നത്, എത്രമാത്രം പരദൂഷണം പറഞ്ഞുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീയെ കൊണ്ടുപോകുന്നത്. കൊണ്ട് എന്റെ മകനെ അതുപോലെ ആക്കരുതെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി ഉമ്മയോട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കല്ലേ അല്ലാ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കല്ലേ അല്ലാ, എന്നെ ആ സ്ത്രീയുടെ സ്വഭാവം പോലെ, ആ സ്ത്രീയുടെ സ്വഭാവം എനിക്ക് നൽകണം അല്ലാ, അവരുടെ മഹത്വം എനിക്ക് നൽകണം അല്ലാ, അവരെ പോലെ എന്നെ ആക്കണം അല്ലാ എന്ന് ഈ ഉമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സംഭവമാണ്. മറ്റൊരു സംഭവം, അതേ ഉമ്മ തന്നെ അല്പം സമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു പ്രൗഢമായ രൂപത്തിൽ, വളരെ നല്ല രൂപത്തിൽ വേഷം ധരിച്ച്, വസ്ത്രം ധരിച്ചുകൊണ്ട്
ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആഭരണങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ട്, വല്ലാത്ത പ്രൗഢിയോടുകൂടെ സഞ്ചരിക്കുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഉമ്മ പറയുകയാണ്, പടച്ചുറപ്പേ എന്റെ മകനെ ആ മനുഷ്യനെ പോലെയാക്കണം അല്ലാ, ആ മനുഷ്യനെ പോലെ എന്നെ മകനെയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പ്രതികരിക്കുകയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കല്ല അല്ലാ, എന്റെ ഉമ്മയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കല്ല അല്ലാ, അല്ലാഹുവേ ആ മനുഷ്യനെ പോലെ നീ എന്നെ ആക്കല്ല അല്ലാ, കാരണം അല്ലാ നീ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്, എല്ലാവിധ അനുഗ്രഹങ്ങളും നീ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിന്നെ ഓർക്കാത്തൊരു അവസ്ഥയിൽ, നീയുമായി ബന്ധമില്ലാത്തൊരു അവസ്ഥയിൽ, നിന്നെ ഓർക്കാത്തൊരു അവസ്ഥയിലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ ആ മനുഷ്യനെ പോലെ നീ എന്നെ ആക്കരുത് എന്ന് 2 പ്രാവശ്യം ഈ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു സംസാരം അത് ജുറൈജ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഇബാദത്തുമായി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞാൽ ഇബാദത്തിന് ഭംഗം വരുമെന്ന് കണ്ടുകൊണ്ട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ ഇബാദത്തിന് വേണ്ടി ഒരു സ്ഥലം തയ്യാർ ചെയ്തുകൊണ്ട് അവിടെ ഇബാദത്തുമായി കഴിയുകയാണ്. ഉമ്മയോട് സമ്മതം ചോദിച്ചപ്പോ ഉമ്മ സമ്മതം കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, മോനെ ഇടയ്ക്കിടെ നീ എന്നെ ഒന്ന് വന്ന് കാണേണ്ടതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ വന്ന് കാണണമെന്ന് ഉമ്മ സമ്മതം കൊടുത്തിട്ടുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ഇബാദത്തിന്റെ ലഹരിയിൽ ഏർപ്പെട്ടപ്പോ, ഇബാദത്തിന്റെ ലഹരി പിടികൂടിയപ്പോ, ആരാധനയിൽ മുഴുകിയപ്പോ പലപ്പോഴും അത് നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തിലായി മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഉമ്മ വന്നുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. മലയുടെ താഴ്ഭാഗത്ത് നിന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തിലായതുകൊണ്ട് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വളരെ വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചുറപ്പേ നൊന്ത് പ്രസവിച്ച അവനെ പോറ്റി വളർത്തി അവന്റെ മാതാവ് വന്നുകൊണ്ട് അവനെ വിളിച്ചിട്ട് അവനക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വേശ്യയായ സ്ത്രീയുടെ മുഖം കണ്ടുകൊണ്ടല്ലാതെ അവനക്ക് മരിക്കാൻ നീ അവസരം കൊടുക്കരുതേ അല്ലാ. ഒരു മോശപ്പെട്ട സ്ത്രീയുടെ മുഖം കണ്ടുകൊണ്ട് മരിക്കാനല്ലാതെ നീ അവനക്ക് അവസരം കൊടുക്കരുതെന്ന് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആ മലയുടെ താഴ്ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു അവിടത്തെ വഴി തെറ്റിപ്പിക്കാൻ വേണ്ടി കുറച്ചാളുകൾ കച്ചകെട്ടി ഒരു പെണ്ണിനെ അവിടത്തേക്ക് അടുത്തു വിടുകയാണ്. ആ റൂമിലേക്ക് പറഞ്ഞേക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു അതിന് വഴിപ്പെട്ടില്ല, അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല, പലതരത്തിലുള്ള പ്രകോപനങ്ങൾ നടത്തി നോക്കി. അള്ളാഹുവിനെ പേടിക്കുന്ന ആബിദായ ജുറൈജ് റളിയല്ലാഹു അൻഹു അതിൽ നിന്നെല്ലാം പിന്മാറി റബ്ബിനോട് പൊറുക്കലിന് ചോദിച്ച് നമസ്കാരത്തിൽ തന്നെ മുഴുകുകയാണ്. ഉദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ആ പെണ്ണ് അടുത്തൊരു മലഞ്ചെരുവിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയനുമായി ബന്ധപ്പെടുകയും മാസങ്ങൾ കഴിഞ്ഞുകൊണ്ട് കൈക്കുഞ്ഞുമായി ആളുകളെ കൂട്ടി ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. ആളുകൾ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ക്രൂശിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ ആ കൂര തകർത്ത് കളഞ്ഞുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ മോശമായി ചിത്രീകരിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു, മോനെ നിന്റെ പിതാവ് ആരാണ് നിന്റെ പിതാവ് എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി അർത്ഥശങ്കക്കിലയില്ലാതെ മറുപടി കൊടുത്തു, നിങ്ങളല്ല എന്റെ പിതാവ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആബിദാൻ, അള്ളാഹുവിന്റെ വലിയാൻ,
എന്റെ പിതാവ് നിങ്ങളല്ല, എന്റെ പിതാവ് ഇന്നാലിന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ആബിദായ അടിമയായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പോലും മാതാവിന്റെ പ്രാർത്ഥന ഫലിച്ചുവെങ്കിൽ, മാതാവിന്റെ പ്രാർത്ഥന ഫലിച്ച് ഒരു വേശ്യയായ പെണ്ണിന്റെ മുഖം കാണാൻ അള്ളാഹു അവസരം കൊടുത്തുവെങ്കിൽ, ഖൽബ് നൊന്തൊരു മാതാവ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിന്റെ ഗൗരവം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്, നിന്റെ സ്വർഗം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാ.